വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് എന്നോട് സംസാരിക്കണമേ. എല്ലാവരും ബൈബിൾ തുറക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. തലവണയ്ക്ക് ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അടയാളങ്ങളുടെ ആരംഭം. പ്രിയ പിതാവേ, തിരുസാന്നിധ്യത്തിനായി സ്തോത്രം. തിരുവചനം തുറന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വചനത്തെ പ്രകാശിപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ കുടുംബത്തെ, ഓരോ ദേശത്തെ, ഓരോ സഭയും, ഓരോ ശുശ്രൂഷയും, ഓരോ സംഭവത്തെയും കാലഘട്ടത്തെയും വിവേചിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അടയാളങ്ങളുടെ ആരംഭം. മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവം ആത്മാവാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. ദൈവം ആത്മാവാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടത് ആത്മാവാണ്. മനുഷ്യൻ ആത്മാവാണ്. മനുഷ്യന്റെ ആത്മജീവിയാണ്. ഒരു സ്പിരിച്വൽ ബീയിങ് ആണ് മനുഷ്യൻ. അവന് ഭൗതികമായ പദാർത്ഥങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുവാനോ അവന്റെ ജീവിതം പൂർത്തീകരിച്ചു എന്ന് ബോധ്യം വരുവാനോ സാധ്യമല്ല. അവന് പിന്നെയും ഒരു ദാഹമുണ്ട്. അവന്റെ അകത്ത്, അവന്റെ അന്തരാത്മാവിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. കാരണം അവൻ ആത്മാവാണ്. അവനൊരു ശരീരമുണ്ട്. ഒരു ശരീരത്തിലാണ് ആത്മാവ് വസിക്കുന്നത്. അവനൊരു ദേഹിയുണ്ട്, ഒരു മനസ്സുണ്ട്. ബൈബിൾ പറയുന്നു ആത്മാവ്, പ്രാണൻ, ശരീരം, 3 ഭാഗങ്ങൾ. മനുഷ്യന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിക്കൊടുത്തു. ദൈവം ഊതിക്കൊടുത്ത ജീവശ്വാസമാണ് ആത്മാവ്. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ശ്വാസം ഊതിക്കൊടുത്തപ്പോൾ ജീവനുള്ള ദേഹിയായി. ഇപ്പൊ ദേഹി അല്ലെങ്കിൽ സുഖ മനസ്സ് അവനിലുണ്ടായി. മനസ്സുകൊണ്ടാണ് മനുഷ്യൻ അവനെ തന്നെ അറിയുന്നത്. ആത്മാവ് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അറിയുന്നത്. ശരീരം കൊണ്ടാണ് മനുഷ്യൻ ലോകത്തെ അറിയുന്നത്. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യൻ ലോകത്തെ അറിയുന്നു. അവന്റെ ദേഹി കൊണ്ട് അവനെ തന്നെ അറിയുന്നു. അവന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുന്നു. ഈ 3 ഭാഗങ്ങൾ മാത്രമല്ല മനുഷ്യനുള്ളത്. ഈ 3 ഭാഗങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാനൊക്കത്തില്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഇതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങളുണ്ട്. ഈ 3 ഭാഗം മാത്രം മതിയായിരുന്നെങ്കിൽ നിങ്ങൾ 3 ഭാഗവുമായിട്ടല്ലല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. വസ്ത്രം മനുഷ്യന് ആവശ്യമാണ്. വസ്ത്രം, ആഹാരം ആവശ്യമാണ്. പാർപ്പിടം ആവശ്യമാണ്. അവൻ മനുഷ്യന് ആത്മാവാണ് എന്ന് പറഞ്ഞ ആത്മീയ കാര്യങ്ങൾ മാത്രം മനുഷ്യന് പോരാ. മനുഷ്യന് ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. ഈ മനുഷ്യന് ഭൗതിക ആവശ്യങ്ങളുണ്ട്. അവന് ആഹാരം വേണം, അവന് വസ്ത്രം വേണം, അവന് പാർപ്പിടം വേണം, അവന് തൊഴിൽ വേണം, അവന് കുടുംബം വേണം. നിരവധി ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. ഭൗതിക സാഹചര്യമുണ്ട്. അവന് ഒരു ഭൗതിക സാഹചര്യം. ദൈവം ഇതിൽ ഏതെല്ലാം കാര്യത്തിൽ മനുഷ്യനെ സഹായിക്കും? പലരും പറയുന്നു ആത്മീയ കാര്യത്തിൽ മാത്രമേ ദൈവം സഹായിക്കത്തുള്ളൂ. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ സമഗ്രമായ സകല ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ കാര്യം മാത്രമല്ല, മനസ്സിന്റെ കാര്യം മാത്രമല്ല, ആത്മാവിന്റെ കാര്യം മാത്രമല്ല, ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിക്ക് തൊട്ട് മുമ്പ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത ആളുടെ പേര് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ കുരുടർക്ക് കാഴ്ച കൊടുത്തില്ല, മുടന്തരെ എഴുന്നേൽപ്പിച്ചില്ല, അപ്പമില്ലാത്തവർക്ക് 5 അപ്പം നുറുക്കി 5000 പേരെ പോഷിപ്പിച്ചില്ല, കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധമാക്കിയില്ല, മരിച്ച ആരെ ഉയർപ്പിച്ചില്ല, മാനസാന്തരപ്പെടുവിനെന്ന് അവൻ പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെട്ടു എന്നൊരു അത്ഭുതമല്ലാതെ വേറെ ഒരത്ഭുതവും സ്നാപക യോഹന്നാന്റെ മിനിസ്ട്രിയിൽ നടന്നില്ല. നേരെ മറിച്ച് യേശു ക്രിസ്തു തൊട്ടുപുറകെ വന്നപ്പോൾ അവന്റെ മിനിസ്ട്രി അത്ഭുതങ്ങളുടെ ശുശ്രൂഷയായിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചു, കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തരെ എഴുന്നേൽപ്പിച്ചു, കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധമാക്കി, 5 അപ്പം നുറുക്കി 5000 പേരെ പോഷിപ്പിച്ചു, വെള്ളത്തിന്റെ മുകളിൽ അവൻ നടന്നു. യേശു അത്ഭുതങ്ങളുടെ മിനിസ്ട്രി ചെയ്തു.
യേശുവിന്റെ അത്ഭുതങ്ങളുടെ മിനിസ്ട്രിയുടെ ഉദ്ഘാടനം നടന്നത് കാനാവിലെ ഒരു കല്യാണ വീട്ടിലാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ വായിച്ചത്. യേശുവിന്റെ അത്ഭുതങ്ങളുടെ ഉദ്ഘാടനം നടക്കാൻ പോവാ. യേശു തന്റെ ശുശ്രൂഷയിൽ, തന്റെ പരസ്യ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങാൻ പോകുക. ഒന്നാമത്തെ അത്ഭുതം, ആദ്യത്തെ അത്ഭുതം, അടയാളങ്ങളുടെ ആരംഭം. ആദ്യത്തേത് ഏതായിരിക്കണം? ഏറ്റവും കൂടുതൽ ആളുകളെ ആശ്ചര്യ പരതന്ത്രരാക്കുന്ന ഒരു അത്ഭുതം ചെയ്തു കളയാം എന്ന് യേശു ചിന്തിച്ചില്ല. കല്യാണ വീട്ടില് ഒരു വിഭവം കുറവായിരുന്നു, അത് യേശു അവർക്ക് കൊടുത്തു. ഇതാ യേശു ചെയ്ത അത്ഭുതം. അതൊരു വലിയ അത്ഭുതമല്ലല്ലോ. അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്തല്ലോ. ഇതൊരു വലിയ അത്ഭുതമല്ലല്ലോ. യേശുവിന്റെ അത്ഭുതം ഒരിക്കലും ആളുകളെ ആശ്ചര്യപരതന്ത്രരാക്കുവാനല്ല, വിസ്മയിപ്പിക്കുവാനല്ല, അമ്പരപ്പിക്കുവാനല്ല. യേശുവിന്റെ അത്ഭുതം എപ്പോഴും ഏതെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിലെ ആവശ്യം, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ പ്രയാസം അത് പരിഹരിക്കുവാനാണ്. ഒരു കല്യാണ വീട്ട് ഇന്നത്തെ പോലെ ഓഡിറ്റോറിയത്തിലല്ല കല്യാണം, ഇന്നത്തെ പോലെ കേറ്ററിംഗ് സർവീസുകാരല്ല ഭക്ഷണം നൽകുന്നത്. അന്നത്തെ കല്യാണം ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന കല്യാണം പോലുള്ള കല്യാണമാണെന്ന് പറഞ്ഞാൽ വീട്ടിലാണ് എല്ലാം വെച്ച് വിളമ്പുന്നത്. 3-4 ദിവസം മുമ്പ് ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം വീട്ടിൽ വന്നു ചേരും. അവിടെ വളരെ ആഹ്ലാദമാണ്, വളരെ സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും പരിചയപ്പെടുകയും കൈകൊടുക്കുകയും കസിൻസ്, ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഒക്കെ ബന്ധപ്പെടുന്നു. സ്വന്തക്കാരുടെ സ്വന്തക്കാരെയൊക്കെ കാണുവാനായിട്ട് കഴിയുന്നു. പിള്ളേരൊക്കെ ചിരിച്ച് കളിച്ച് ഓടി നടക്കുന്നു. കല്യാണ വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആഹ്ലാദത്തിന്റെ, ആർപ്പിന്റെ, തിമിർപ്പിന്റെ വീടാണ്. പക്ഷേ ആ വീട്ടിൽ 1-2 പേര് മാത്രം എല്ലാരെയും കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ വിഷമം കൊണ്ടാണ് നടക്കുന്നത്. വിരുന്ന് വാഴിക്ക് പോലും അറിയത്തില്ല അവിടെ വീഞ്ഞ് കുറവാണെന്ന്. പക്ഷേ ആ വീട്ടു നായികനറിയാം, വീട്ടു നായികയ്ക്കറിയാം. 1-2 പേർക്ക് മാത്രം ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമമുണ്ട്. ചിരിക്കുന്നുണ്ട്, കൈകൊടുക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, കുശലം പറയുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കുന്ന ഭാരം വേറെ ആരും പരിഹരിക്കാനില്ല. പക്ഷേ യേശു അവരുടെ പ്രശ്നത്തിന്റെ ഉത്തരം നൽകുകയാണ്. യേശുവിന്റെ അത്ഭുതം എപ്പോഴും വേദനിക്കുന്ന മനുഷ്യന്റെ പ്രശ്നത്തിന്റെ ഉത്തരം നൽകുകയാണ്. അല്ലാതെ അത്ഭുതം കാണിക്കാൻ വേണ്ടി ഒരത്ഭുതം യേശു കാണിച്ചിട്ടില്ല. ഒരാവശ്യത്തിന്റെ, ഒരു പ്രശ്നത്തിന്റെ പരിഹാരമായി മാത്രമേ യേശു അത്ഭുതം ചെയ്തുള്ളൂ. ഒരു കല്യാണ വീടാണെങ്കിലും കൊച്ചു വീടാണെങ്കിലും അവിടുത്തെ വിഷമങ്ങൾ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് എങ്കിലും അത് പരിഹരിപ്പാൻ യേശു സന്നദ്ധനാണ്. നിന്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ ഉത്തരവാദിയാണ്. ദൈവം ഉത്തരവാദിയാണ്. രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം നിന്റെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ രക്ഷയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പഴയമത്തെ രക്ഷ എന്ന് വരുന്ന ഒരു വാക്യം ഞാൻ പറയാം. യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ യോസേഫ് മന്ത്രിയായിട്ടിരിക്കുന്നു. യോസേഫിന്റെ സഹോദരന്മാർ പേടിച്ചു ഭ്രമിച്ചു പോയി. അപ്പൻ മരിച്ചു, അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ യോസേഫ് നമ്മളോട് പ്രതികാരം ചെയ്തില്ല, നമ്മൾ അവനെ പിടിച്ചു കെട്ടി പണ്ട് പൊട്ടക്കാട്ടിൽ എറിഞ്ഞതല്ലേ, ഇസ്മായിലിന്റെ കച്ചവടക്കാർക്ക് വിറ്റതല്ലേ, ഇതിന്റെയൊക്കെ വൈരാഗ്യം അവന്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പോൾ അവൻ നമ്മളോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയെന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ് അവർ പരിഭ്രമിച്ചപ്പോൾ യോസഫ് അവരോട് പറഞ്ഞു, ചേട്ടന്മാരെ, നിങ്ങളുടെ സ്വഭാവമല്ല എനിക്ക്, നിങ്ങളുടെ കൂട്ടുള്ള ഒരുത്തനല്ല ഞാന്. അപ്പൻ മരിച്ചുപോയെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ഞാൻ പോറ്റി പുലർത്തി രക്ഷിക്കും. രക്ഷ എന്ന പദമാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് പോറ്റുക, പുലർത്തുക എന്നതാണ് യോസഫ് പറഞ്ഞത്. ദൈവം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ പോറ്റി പുലർത്തുവാനും ദൈവം ഉത്തരവാദിയാണ്. അവൻ നിന്റെ ആഹാരത്തിന് ഉത്തരവാദിയാണ്. നീ പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ നിന്റെ സൃഷ്ടാവ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ രക്ഷകൻ, നിന്റെ ഉടമസ്ഥനാണെങ്കിൽ ഭൂമിയിൽ പട്ടിണി കിടന്ന് മരിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല, ദൈവം സമ്മതിക്കത്തില്ല. ആകാശത്തിലെ പറവുകളെ നോക്കുവേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എന്നാൽ ആ പറവയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം അല്പവിശ്വാസിയെ നിനക്ക് വേണ്ടി എത്രയധികം വയലിലെ താമര നോക്ക്, എത്ര മനോഹരമായ പുഷ്പമാണ് അതിലുണ്ടായിരിക്കുന്നത്. അതിന്റെ മനോഹരിത പോലെ അണിഞ്ഞൊരുങ്ങുവാൻ ശലോമോൻ രാജാവിന് അവന്റെ പ്രതാപത്തിൽ പോലും കഴിഞ്ഞില്ല. അല്പവിശ്വാസിയെ നിന്നെ എത്രയധികം മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്കുണ്ടാകും.
ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന നിന്റെ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കൊള്ളത്തില്ലെന്ന് കരുതരുത്. ചിലർ രണ്ട് കമ്പാർട്ട്മെന്റിലാക്കിയിരിക്കുകയാണ്. ആത്മീയ ഒരു കമ്പാർട്ട്മെന്റും ഭൗതികം മറ്റൊരു കമ്പാർട്ട്മെന്റും. അവർ പറയാറുണ്ട്, ഞാൻ ഒരു ഭൗതിക വിഷയത്തിനുള്ളൂ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല, ആത്മാക്കൾക്ക് വേണ്ടി മാത്രം കരഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ വലിയ കൂടിയ ആത്മീയമാണ് തോന്നുമെങ്കിലും വേദപുസ്തകം അനുസരിച്ചുള്ള ആത്മീയമല്ല. വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ ദൈവം നിനക്ക് മറുപടി നൽകും. നാളെ എന്തോ സംഭവിക്കും നിനക്ക് അറിഞ്ഞുകൂടാ, നാളെ ഈ ലോകത്ത് എന്ത് വന്നു ഭവിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം, നാളെ എന്നത് നിന്റെ ഉടമസ്ഥന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആണിപ്പാടുള്ള കൈകളിലാണ് ഈ സർവ്വ ലോകത്തെയും അവൻ വഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെയെ കുറിച്ച് നീ വിചാരപ്പെടണ്ട, നിനക്ക് ആങ്സൈറ്റി ഉണ്ടാകണ്ട, നീ ആകുലപ്പെടണ്ട, നിന്റെ മനസ്സിൽ യാതൊരു ചിന്താക്കുഴപ്പങ്ങളും ഉണ്ടാകണ്ട. നിന്റെ കൈക്കൊരാൾ പിടിച്ചിട്ടുണ്ട്, നിന്നെ വീഴുവാൻ തക്കോണം ശത്രു തള്ളിയാലും അവൻ പറയുന്നുണ്ട്, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കയില്ല, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നിന്റെ സകല ചിന്താകുലങ്ങളോ എന്റെ മേൽ ഇട്ടുകൊള്ളുക, എന്റെ മേൽ ഇട്ടുകൊള്ളുക. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കോ, അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. നിന്റെ ഭാരങ്ങൾ എടുത്ത് മാറ്റുന്നവനാണ്, നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. ആ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ 40 വർഷം 30 ലക്ഷം ആളുകൾക്ക് ദിനം പ്രതി സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിപ്പിച്ചു. ആഴ്ചയിൽ 6 ദിവസം അവരുടെ കൂടാരത്തിന് ചുറ്റും ശക്തന്മാരുടെ അപ്പം വർഷിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ മരുഭൂമിയിൽ പോറ്റി പുലർത്തി. മരുഭൂമിയിൽ യാത്ര ചെയ്ത് അവർ ചില ദിവസങ്ങളിൽ പിറുപിറുത്തു, ദൈവത്തോട് പരാതി പറഞ്ഞു, ദൈവത്തിന് വിരോധമായി പാപം ചെയ്തു. അവർ മോശയോട് മത്സരിച്ചു. അവർ സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഈ കാളക്കുട്ടിയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അതിനെ നമസ്കരിച്ചു, ദൈവത്തെ ചെറുതാക്കി. എന്നിട്ട് അന്ന് രാവിലെയും ദൈവം മന്ന കൊടുത്തു. അവർ മത്സരിച്ച ദിവസം രാവിലെയും ദൈവം മന്ന കൊടുത്തു. അവർ പാപം ചെയ്ത ദിവസം രാവിലെയും ദൈവം മന്ന കൊടുത്തു. ദൈവം വിശ്വസ്തൻ, നീ അവിശ്വസ്തനായി തീരുമ്പോഴോ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. മനസ്സിലായവർ കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മതിയായവനാണ്, നിനക്ക് കൊണ്ട് കരുതുന്നവനാണ്. നീ ഒരു വഴിയുടെ സൈഡിൽ ചേർന്ന് പോകേണ്ട കാര്യമില്ല. അവൻ നിനക്ക് വേണ്ടി പുതിയ വഴി തുറന്നിരിക്കുകയാണ്. 2006 നിന്റെ വിടുതലിന്റെ വർഷമാണ്. 2006 അവൻ നിനക്ക് വേണ്ടി പുതുവഴി തുറന്നിരിക്കുകയാണ്. 2006 നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നിനക്ക് തരുന്ന വർഷമാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ, നിനക്കുള്ള വാഗ്ദാനങ്ങൾ ദൈവം നിവർത്തിക്കുന്ന വർഷമാണ്. നിനക്ക് ദൈവം വീട് തരുവാൻ പോകുന്നു, ദൈവം നിനക്ക് വാഹനം തരുവാൻ പോകുന്നു, ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയെ ഒരുക്കി തരുവാൻ പോകുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ദൈവം അത്ഭുതത്തിന്റെ വഴി തുറക്കുന്നു. നിന്റെ ഭവനത്തെ ദൈവം സഹായിക്കുന്നു. ദൈവത്തിന്റെ സഹായത്തിന് കരം നിനക്ക് അനുകൂലമായി നീട്ടിയിരിക്കുന്നു. നിന്റെ പ്രതിയോഗി കണ്ട് ലജ്ജിക്കേണ്ടതിന്, നിന്റെ പ്രതിയോഗിയുടെ വായടേണ്ടതിന് തൊട്ട് കാണിക്കുവാൻ കഴിയുന്ന അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നു. തൊട്ട് കാണിക്കുവാൻ കഴിയുന്ന വിടുതൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നു. തൊട്ട് കാണിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മറുപടി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് ദൈവം മതിയായവനാണ്. യേശുവിന്റെ അമ്മ മറിയയാണ് യേശുവിനോട് പറയുന്നത്, ഈ വീട്ടിൽ വീഞ്ഞ് കുറവാണ്, കല്യാണ വീടാണ്, വീഞ്ഞ് കുറവാണ്. കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്, യേശുവിന്റെ അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട്. യേശുവിന്റെ അമ്മ എന്ന് പറയുന്നു കർത്താവിന്റെ മാതാവ് യേശുവിനോട് വന്നറിയുമ്പോൾ യേശു പറയുന്നു, നമുക്കെന്നാ ഇവിടെ കാര്യം, എനിക്കും നിനക്കും തമ്മിലെന്ത്, നമുക്കെന്താ ഈ വീട്ടിൽ കാര്യം, ഈ വിഷയത്തിൽ നമുക്കെന്താ കാര്യം, അവരുടെ പ്രശ്നമല്ലേ, നമ്മളിവിടെ അതിഥികളായി വന്നതല്ലേ. പക്ഷേ മാതാവ് ചെന്ന് അവിടുത്തെ ശുശ്രൂഷക്കാരോട്, അവിടുത്തെ ജോലിക്കാരോട്, ദാസന്മാരോട് പറയുന്നു, അവൻ യേശു, എന്റെ മകൻ യേശു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ഇന്ന് മാത്രമല്ല, ഇന്നും മാതാവ് വില ചൂണ്ടിരിക്കുന്ന വിരൽ മാറിയിട്ടില്ല. അവൻ ഞാനല്ല, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, അത് ചെയ്വീൻ. അത്ഭുതത്തിന്റെ അടിത്തറ അതാണ്, അത്ഭുതത്തിന്റെ സോഴ്സ് അതാണ്, അത്ഭുതത്തിന്റെ മുഖാന്തരം അതാണ്.
അത്ഭുതത്തിന്റെ താക്കോലതാണ്. അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ, അത് ചെയ്യുവിൻ. അത് ചെയ്യുമ്പോഴാണ് അത്ഭുതം നടക്കുവാൻ പോകുന്നത്. യേശു ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, നിങ്ങൾ വെള്ളം കോരി പാത്രത്തിൽ നിറയ്ക്കണം. ഏത് പാത്രമാ? കൽപാത്രങ്ങൾ അവിടെ കിടപ്പുണ്ട്. യഹൂദന്മാർക്ക് ശുദ്ധീകരണ നിയമമുണ്ട്. ആ നിയമം ഇതാണ്: വെളിയിൽ പോയിട്ട് വരുമ്പോൾ ചന്തസ്ഥലത്തോ പൊതുസ്ഥലത്തോ വഴിയിലോ തെരുവിലോ ഒക്കെ പോയിട്ട് മടങ്ങി വരുന്ന ഒരു യഹൂദൻ അവന്റെ കാല് കഴുകി കൈ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് വീടിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. അവൻ വരുമ്പോൾ അശുദ്ധനാണ്. അവൻ വെള്ളം കൊണ്ട് കാല് കഴുകുമ്പോൾ അവൻ വിശുദ്ധനായി തീരും. അതിഥിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയാൽ അതിഥി വരുമ്പോൾ അതിഥി വീട്ടുകാരനേക്കാൾ ഉയർന്നയാളാണെങ്കിൽ വീട്ടുകാരൻ ഇറങ്ങിച്ചെന്ന് അതിഥിയുടെ കാൽ കഴുകി തുടച്ച് അയാൾക്ക് ചുമ്മനം കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിക്കണം. ആ വരുന്ന അതിഥിയും വീട്ടുകാരനും ഒരേ സ്റ്റാറ്റസ് ഉള്ള ആളാണെങ്കിൽ അതിഥി ഇറങ്ങി ചെല്ലണ്ട, ആതിഥേയൻ ഇറങ്ങി ചെല്ലണ്ട. ആതിഥേയൻ ചെല്ലുന്നതിന് പകരം അയാളുടെ ദാസൻ ഇറങ്ങി ചെന്നാൽ മതി. ദാസൻ ചെന്ന് വരുന്ന അതിഥിയുടെ കാല് കഴുകി തുടച്ച് വീട്ടിലേക്ക് സ്വീകരിക്കണം. വരുന്നയാള് ഈ ആതിഥേയനേക്കാൾ വീട്ടുകാരനേക്കാൾ സ്റ്റാറ്റസ് കുറഞ്ഞയാളാണെങ്കിൽ ആതിഥേയനും ഇറങ്ങി ചെല്ലണ്ട, ദാസനും ഇറങ്ങി ചെല്ലണ്ട. വരുന്നവൻ തന്നെത്താൻ കഴുകി കയറി പോരണം. യേശു കുഷ്ഠരോഗിയായ ശിമയോൻ, കുഷ്ഠരോഗിയാണെങ്കിൽ അവൻ പണക്കാരനായിരുന്നു, പരീശനുമായിരുന്നു. അവന്റെ വീട്ടിൽ അതിഥിയായി ചെന്ന അവസരത്തിൽ ഒരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്ന് കണ്ണുനീര് കൊണ്ട് കാല് കഴുകുകയാണ്. അപ്പോൾ ഈ ശിമയോൻ മനസ്സിൽ ചിന്തിച്ച്, ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ഈ സ്ത്രീ പാപിനിയാണെന്ന് അറിഞ്ഞാൽ ഇവളെ എഴുന്നേപ്പിച്ച് പറഞ്ഞു വിട്ടേനെ. ഇവൻ പ്രവാചകനല്ല. പക്ഷെ അവൻ മനസ്സിൽ ചിന്തിച്ചത് യേശു അറിഞ്ഞു. യേശു വെച്ച്, ശിമയോനെ, നീ എന്താ മനസ്സിൽ പറയുന്നത്? ഇവൾ എന്റെ അടുക്കൽ വന്ന് കരയുന്ന കാര്യമല്ല. ഞാൻ പറയാം, ഇവൾക്ക് അധികം ഞാൻ ക്ഷമിച്ചു കൊടുത്തു. നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാല് കഴുകി തന്നില്ല. നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാല് തുടച്ചു തന്നില്ല. നിന്റെ വീട്ടിൽ വന്നു നീ എന്നെ ചുംബനം ചെയ്ത് സ്വീകരിച്ചില്ല. എന്നതിന്റെ അർത്ഥം നീ വിചാരിച്ചു ഞാൻ നിന്നേക്കാൾ ചെറിയവനാണ്. അതുകൊണ്ടല്ലേ നീ വരാഞ്ഞത്, അതുകൊണ്ടല്ലേ നീ എന്റെ കാല്. എന്നാൽ ഈ സ്ത്രീക്ക് മനസ്സിലായി ഞാൻ ആരാണെന്ന്. അവൾ എന്റെ കാല് കണ്ണുനീര് കൊണ്ട് കഴുകുകയാണ്. അവളുടെ തലമുടി കൊണ്ട് അവൾ എന്റെ കാല് തുടയ്ക്കുകയാണ്. അവൾ ഈ കാലിൽ വീണ് ചുംബനം ചെയ്യുകയാണ്. അവളുടെ അനേകമായി പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തത് കൊണ്ട് അവൾ എന്നെ അധികം സ്നേഹിക്കുകയാണ്. ചില സ്ഥലത്ത് ശിഷ്യന്മാര് കൈ കഴുകാതെ കയറിയിരുന്ന് ഭക്ഷിക്കുന്ന പറഞ്ഞ് പരീശന്മാര് വഴക്കുണ്ടാക്കി. എന്താ? അവരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് കഴുകിയിട്ട് വേണം കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുക. ക്ഷണിച്ച വീട്ടിൽ വന്നപ്പോൾ ആതിഥേയൻ ഇറങ്ങിച്ചെന്ന് കഴുകി കൊടുത്തില്ല, ദാസനെയും വിട്ടില്ല. അതിനർത്ഥം വീട്ടുകാരെക്കാൾ ചെറിയവരാണ് വന്നവർ എന്ന് തെളിയിക്കുക. ശിഷ്യന്മാര് തീരുമാനിച്ച്, അങ്ങനെ ഇവര് ചെറുതാക്കിയാൽ ഞങ്ങൾ ചെറുതാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെത്താൻ കഴിയാതെ അവർ കയറി അങ്ങ് ഇരുന്നു. മനസ്സിലായോ? മനുഷ്യർ ചെറുതാക്കുന്നിടത്ത് നീ ചെറുതാകേണ്ട കാര്യമില്ല. നീ ദൈവത്തിന് വിലയേറിയവനാണ്. നീ ദൈവത്തിന് മാന്യനാണ്. യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നീ വിലയേറിയവനാണ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? എത്ര പേർക്ക് മനസ്സിലായി? സന്തോഷമുള്ളവർ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൈകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. We praise you, Lord. We thank you, Lord. We worship you, Lord. We worship you, worship you. ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഭൗതിക കാര്യത്തിന്, ഭൗതിക ആവശ്യങ്ങൾക്ക് യേശു മതിയായവനാണ്. വെള്ളം കോരി നിറയ്ക്കാൻ യേശു പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നവർ വക്കോളം നിറച്ചു. വക്കോളം ഇനി നിറയ്ക്കാൻ ഒട്ടുമില്ല. കോരി ഒഴിച്ചൊഴിച്ചൊഴിച്ച് വക്കു വരെ നിറച്ചു. നിറയ്ക്കാൻ പറഞ്ഞാൽ വക്കോളം നിറയ്ക്കണം. അനുസരണം സമ്പൂർണമായ അനുസരണമാണ്. പൂർണ്ണമായ അനുസരണം. പൂർണ്ണമായ അനുസരണത്തിലാണ് നിനക്ക് അത്ഭുതം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. ഭാഗികമായ അനുസരണത്തിലല്ല. സ്തോത്രം. ഭൗതിക സാഹചര്യങ്ങൾക്ക് യേശു അത്ഭുതം ചെയ്തതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ യേശു നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. സന്ധ്യാസമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നാനാവ്യാധികൾ, രോഗം ബാധിച്ചവർ, ദീനക്കാർ എല്ലാവരുടെ അടുക്കൽ അവരെ കൊണ്ടുവരും. കുഷ്ഠരോഗികളെ കൊണ്ടുവരും, ചന്ദ്രരോഗികളെ കൊണ്ടുവരും, പക്ഷവാതക്കാരെ കൊണ്ടുവരും, ഭൂതബാധിത